അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിംകൾ വളരെയേറെ പവിത്രതയും മഹത്വവും നൽകി വരുന്ന ജലമാണ് സംസം. സർവ്വരോഗങ്ങൾക്കും ശമനം നൽകുന്ന പരിശുദ്ധമായ ഈ സംസം വെള്ളത്തിന്റെ ചരിത്ര പശ്ചാത്തലവും മഹത്വങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകൻ ഇസ്മായിൽ നബിയെയും ഭാര്യ ഹാജറ ബീവിയെയും വിജനമായ മക്ക മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അവരെ മക്കയിലാക്കി ഇബ്രാഹിം നബി തിരിച്ചു പോകാൻ നേരം ഭാര്യ ചോദിച്ചു, വെള്ളവും ഭക്ഷണവുമില്ലാത്ത ഈ വിജനമായ മരുപ്രദേശത്ത് ഞങ്ങളെ ഉപേക്ഷിച്ച് നിന്നോട് ആരാണ് പോകാൻ കൽപ്പിച്ചത്? ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് എന്ന് മാത്രമായിരുന്നു ഇബ്രാഹിം നബിയുടെ മറുപടി. ഹാജറ ബീവിയും മകൻ ഇസ്മായിൽ നബിയും മക്കയിലെ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ ദാഹിച്ച് തളർന്നു നടക്കാൻ തുടങ്ങി. വിജനമായ ഈ മരുഭൂമിയിൽ ഒരിറ്റ് വെള്ളം പോലും കിട്ടാതെ കുഞ്ഞിനെയും കൊണ്ട് അവർ തനിച്ചായി. ദാഹം കൊണ്ട് തളർന്നുപോയ ഇസ്മായിൽ നബി വെള്ളത്തിനായി കരയാൻ തുടങ്ങി. ഉടൻ ഹാജറ ബീവി കുഞ്ഞിനെ ഒരു സ്ഥലത്ത് വെച്ച് വെള്ളം അന്വേഷിച്ച് പുറപ്പെട്ടു. അവിടെയുള്ള സഫാ മർവ എന്നീ കുന്നുകൾക്ക് മുകളിൽ ഒരുപാട് തവണ അവർ ഓടിയലഞ്ഞു. എന്നിട്ടും നിരാശ മാത്രമായിരുന്നു ഫലം. നിരാശയോടെ തിരിച്ചെത്തിയ ഹാജറ ബീവി മകൻ കാലിട്ടടിച്ച് കരയുന്ന സ്ഥലത്ത് വലിയൊരു ശുദ്ധജല ഉറവ് പൊട്ടിയതായി കണ്ടു. നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ആ നീരുറവയുടെ ശക്തി നിലക്കാതെ വന്നപ്പോൾ അവർ സംസം നിൽക്കുക നിൽക്കുക എന്ന് വിളിച്ചു പറഞ്ഞു. അതോടെ വെള്ളത്തിന്റെ ശക്തി കുറയുകയും അവർക്ക് ആവശ്യമായ രൂപത്തിൽ ആവുകയും ചെയ്തു. ഇതാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള മുസ്ലിംകൾ പവിത്രമായി കണക്കാക്കുന്ന സംസം വെള്ളം. ഇന്നും ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് വരുന്ന ലക്ഷക്കണക്കിന് ഹാജിമാർ ഈ വെള്ളം കുടിക്കുകയും കാനുകളിൽ നിറച്ച് കൊണ്ടുപോകുകയും ചെയ്യുന്നു. മക്ക, മദീന പള്ളികളിലും അവയുടെ പരിസര പ്രദേശങ്ങളിലും ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ്. എന്നിട്ടും ഈ കിണർ ഒരിക്കൽ പോലും വറ്റിയതായി ചരിത്രരേഖകളിൽ കാണാൻ സാധിക്കില്ല. സംസം കിണറുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുത സംഭവം ചരിത്രത്തിൽ കാണാം. 1947 പ്രശസ്തനായ ഒരു എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ സംസം കിണർ ശുദ്ധീകരിക്കാൻ സൗദി ഗവൺമെന്റ് തീരുമാനിച്ചു. ഇതിനായി കിണറിലെ വെള്ളം മുഴുവൻ പമ്പ് ചെയ്ത് നീക്കാനായിരുന്നു പദ്ധതി. മിനിറ്റിൽ 8000 ലിറ്റർ വെള്ളം പുറത്തേക്കൊഴുക്കാൻ ശേഷിയുള്ള 4 അത്യാധുനിക പമ്പുകൾ അവർ സ്ഥാപിച്ചു. പക്ഷേ 24 മണിക്കൂർ പമ്പ് പ്രവർത്തിച്ചിട്ടും കിണർ വറ്റിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവസാനം മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ചാണ് ആ പ്രവർത്തനം പൂർത്തിയാക്കിയത്. ലോക ശ്രദ്ധ ആകർഷിച്ച ഈ സംസം ജലത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് ആധുനിക ശാസ്ത്രവും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ശരീരത്തിന് ഗുണകരമായ കാൽസ്യവും മഗ്നീഷ്യവും ഇതിൽ അടങ്ങിയിരിക്കുന്നതായി അവർ കണ്ടെത്തി. ശരീരത്തിലെ അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവും ഈ വെള്ളത്തിനുണ്ടെന്ന് അവർ പ്രത്യേകം എടുത്തു പറഞ്ഞു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസം വെള്ളത്തെക്കുറിച്ച് പറഞ്ഞത്, ഭൂമിയിലെ ഏറ്റവും നല്ല പാനീയമാണ് സംസം വെള്ളം. അത് ഒരു ഭക്ഷണവും ഔഷധവുമാണ്. അതിനാൽ നമ്മുടെ ആവശ്യം എന്തുതന്നെയായാലും ആ ഉദ്ദേശത്തോടുകൂടി ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഉറപ്പായും നിറവേറ്റപ്പെടും. അല്ലാഹു തആല നമ്മിലെ രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.